Greetings to one and all. Actually, we are living in the time of online classes. We are living in the season of online classes. നമ്മൾ ഈ ഓൺലൈൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, അയ്യോ ഇത് ഓഫ്ലൈൻ ആയിരുന്നെങ്കിൽ നമുക്കിങ്ങനെ ചെയ്യായിരുന്നു, പല കാര്യങ്ങൾ വെറൈറ്റി ഓഫ് ആക്ടിവിറ്റീസ് ക്ലാസ്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യായിരുന്നു എന്നൊക്കെ തോന്നിയിട്ടുണ്ട് പലപ്പോഴും. ഓൺലൈൻ മോഡും ഓഫ്ലൈൻ മോഡും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ലാത്ത രീതിയിൽ എടുക്കാനായിട്ടുള്ള ടൂൾസ് ഇൻ്റർനെറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അതുപോലുള്ള കുറേ ടൂൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഈ ഒരു സെഗ്മെൻറ്റ് ഇവിടെ തുടങ്ങുന്നത്. ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സൈറ്റ് www.picker PICKER pickerwheel.com ഈ സൈറ്റാണ് ഓപ്പൺ ആയി വരുന്നത്. പിക്കർ വീൽ, as the name indicates, there is a wheel and every wheel has to be used for spinning. Okay, so it has to be rotated, so I will rotate it first. You can see the wheel rotating very fast. You can adjust the speed, no problem, and you can just use it and the wheel will decide whether I should make the video. If the wheel says I should make the video, so I am proceeding with it. Done. What is the advantage of this in an online class എന്ന് നിങ്ങൾ പലരും ആലോചിക്കുന്നുണ്ടാവും. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതൊരു ഈ പിക്കർ വീൽ യെസ് നോ സെലക്ട് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, നമുക്കിപ്പോൾ ക്ലാസ്സിലൊരു ഡിബേറ്റ് സെഷൻ നടക്കുന്നു, അല്ലെങ്കിൽ ഒരു ഡിസ്കഷൻ സെഷൻ നടക്കുന്നു, അല്ലെങ്കിൽ സിംപ്ലി ഒരു റീഡിങ് സെഷൻ നടക്കുന്നുവെങ്കിൽ അവിടെ ആര് വായിക്കണം എന്നുള്ളത് നമുക്ക് ഈ പിക്കർ വീൽ വെച്ച് തീരുമാനിക്കാം. ടീച്ചറിന് പോലും അറിയില്ല ആരായിരിക്കും പിക്കർ വീൽ സെലക്ട് ചെയ്യുന്നതെന്ന്, കുട്ടികൾക്കും അറിയില്ല. അതാണ് അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ്. നമുക്കൊരു ഇപ്പോൾ പലരും ചോദിക്കുന്നുണ്ടാവും, റോൾ നമ്പർ അല്ലെങ്കിൽ നെയിം ലിസ്റ്റ് എടുത്തിട്ട് അത് നോക്കി വായിച്ചാൽ പോരെ, അല്ലെങ്കിൽ ഇന്ന ചെക്കൻ അല്ലെ ഇന്ന കുട്ടി എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ച് ചെയ്താലും മതിയില്ലേ എന്നൊക്കെ തോന്നും. ഒക്കെ എല്ലാം ശരിയാണ്, അതെല്ലാം എളുപ്പമാണ്. പക്ഷേ ഇതൊരു എക്സ്ട്രാ ടൂളാണ്. നമ്മൾ എന്ത് ടൂൾ ഉപയോഗിച്ചാലും അതിൻ്റേതായ എഫക്റ്റ് ഉണ്ട്. ഒരു സൊഫിസ്റ്റിക്കേറ്റഡ് ടൂളാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി എഫിഷ്യൻസിയോടുകൂടി എക്സൈറ്റ്മെൻറ്റോടുകൂടി നമ്മൾ ഈ പറയുന്ന തരത്തിലുള്ള ജോയ്ഫുൾ എക്സ്പീരിയൻസ് ആക്കി അതിനെ മാറ്റാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ കുറച്ച് പേരുകൾ ഇവിടെ അടിച്ച് കയറ്റുക. രാജു എന്നുള്ള കുട്ടിയെ ഇതിൽ ആഡ് ചെയ്തിരിക്കുകയാണ്. രാജുവിൻ്റെ പേര് ഇവിടെ വന്നു. രാജു വന്നപ്പോൾ പിന്നെ രാധ ഇല്ലായിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ രാധ. ഓക്കെ, രാജു രാധ ആരൊക്കെയാണെന്ന് ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയത്തില്ലായിരിക്കും അല്ലേ. ഓക്കെ, വാട്ടവർ. രാജു, രാധ, പിന്നെ ഓക്കെ സുനിൽ വന്നപ്പോൾ പിന്നെ അനിൽ വേണമല്ലോ. ഓക്കെ ഫൈൻ, കിടക്കട്ടെ. പിന്നെ ഒരാളെ കൂടെ വേണമല്ലോ. ആരാ വേണ്ടേ? അമീർ ഒരു പേരുണ്ട്. എത്ര പേരായി? 5 പേരുടെ പേര് ഇവിടെ ഉണ്ട്. ഇപ്പോൾ 5 പേര് ഇവിടെ റെഡിയായി നിൽക്കുകയാണ് ഗെയിമിന് വേണ്ടിയിട്ട്. ഞാൻ സ്പിൻ സ്പീക്കർ വീൽ സ്പിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആരെ സെലക്ട് ചെയ്യുക എന്നുള്ളത് വീല് സെലക്ട് ചെയ്തിരിക്കുന്നു. അനിലിന് ആ ചാൻസ് കൊടുക്കാം. ഒരു ചോദ്യം ചോദിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം അനിലിന് കിട്ടുന്നത്. അനിൽ ആ ചോദ്യം ചോദിക്കുന്നു. അനിൽ ചോദ്യം ചോദിച്ച ശേഷം ആ ചോദ്യം ആരിലെത്തണം എന്നുള്ളത് വേണമെങ്കിൽ പിക്കർ വീലിന് തീരുമാനിക്കാം. യെസ്, ആ ചോദിച്ച ആൾ വീണ്ടും വേറൊരു ചോദ്യം ചോദിക്കുന്നു. ആ ചോദ്യം ആരിലെത്തണം എന്നുള്ളതും പിക്കർ വീലിന് തീരുമാനിക്കാം. സോ ദാറ്റ്സ് എ ലോട്ട് ഓഫ് എക്സൈറ്റ്മെൻറ്റ് ഇൻവോൾവ്. അത് ചെയ്താൽ, അത് ക്ലാസ്സിൽ എക്സ്പെരിമെൻറ്റ് ചെയ്താൽ അതിൻ്റെ ഡിഫറൻസ് നമുക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ പലരും വിചാരിക്കുന്നുണ്ടാകും പേരുകൾ 1 by 1 അടിച്ച് എത്ര സമയം അതിന് വേണ്ടി കളയണം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് നേരെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന എക്സൽ ഷീറ്റിലോ എവിടെയെങ്കിലും പോയി കുറച്ച് പേര് ഇങ്ങനെ അങ്ങോട്ട് സെലക്ട് ചെയ്യുക. ജസ്റ്റ് കുറച്ച് കുട്ടികളെ അവിടെ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് അവരുടെ പേര് ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്താൽ മാത്രം മതി. പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യം ശ്രദ്ധിക്കുക, ഇത്രയും പേരുടെ പേര് ഇവിടെ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ പോവാണ്, ഇവരുടെ കൂടെ ഇട്ടേ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ലിസ്റ്റിന് താഴെ ഇൻസേർട്ട് പേസ്റ്റ് യുവർ ന്യൂ ഇൻപുട്സ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അവിടെ നമുക്ക് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പേരെല്ലാം കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യപ്പെടും. അപ്പം രാജു, രാധ, സുനിൽ അവരുടെ കൂടെ വേറെ കുറേ കുട്ടികളുടെ പേരും കൂടെ ഇവിടെ വന്നു. സ്പിൻ ചെയ്ത് കഴിയുമ്പോഴത്തേനും അതിനകത്ത് ഇവിടെ സെലക്ട് ചെയ്യപ്പെടും. നമുക്ക് നോക്കാം ആരാണ് ലക്കി. റിയൽ സ്റ്റുഡൻസ് ആണോ ഫിക്ഷണൽ ക്യാരക്ടേഴ്സ്? സെലക്ടഡ് ഹിയർ. ഓക്കെ, ജസ്റ്റ് വൺ ഓഫ് ദ സ്റ്റുഡൻറ്റ് ഈസ് സെലക്ടഡ് ഹിയർ. ഡൺ. ഓക്കെ, അപ്പോൾ ഇതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ പലപ്പോഴും നോട്ട് ചെയ്യാതെ പോകുന്ന കുട്ടികളുണ്ട്. നമ്മൾ ചിലപ്പോൾ അറ്റ് റാൻഡം മിസ്സാവും, അല്ലെങ്കിൽ ഇനാക്റ്റീവായിരിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള വ്യക്തികളെ നമുക്ക് ഇൻ എ വേ യു ആർ ഡ്രാഗിങ് ദർ അറ്റൻഷൻ. അപ്പോൾ അവരുടെ ഇൻവോൾവ്മെൻറ്റും ബൈ ആൻഡ് ബൈ ഉണ്ടായിക്കോളും. ഓക്കെ,
സോ അതവിടെ നിൽക്കട്ടെ. ഇനി ഇതിൻ്റെ കൺട്രോൾസ് ഒന്ന് പരിചയപ്പെടുത്താം. ഈ പേരുകൾ റിമൂവ് ചെയ്യുന്നത് കാണിക്കാം. റിമൂവ് ഓൾ ഇൻപുട്സ്, എല്ലാം പോയി, എല്ലാ പേരുകളും പോയി. നമുക്ക് പേരുകൾ സേവ് ചെയ്ത് വെക്കാം. എപ്പോഴും ഇങ്ങനെ പേസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പേരുകളിപ്പം വൺസ് കയറിക്കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഫ്രഷായിട്ട് ഒരു ലിസ്റ്റ് അടിക്കുകയാണ്. രാജുവിൻ്റെ ആദ്യമൊന്നുമില്ല, ഇതിനകത്തേക്ക് ഫ്രഷ് ലിസ്റ്റ് അടിച്ചു, ആഡ് ചെയ്തു. അപ്പോൾ ഇവരുടെ പേരുകൾ ഇവിടെ ഓൾറെഡി അപ്പിയർ ചെയ്യുന്നുണ്ട്. ഈ പേരുകൾ നമുക്ക് സേവ് ചെയ്യണം. പേരുകൾ സേവ് ചെയ്യാനായിട്ട് സേവ് ലിസ്റ്റ് ആസ് എന്നുള്ള ഓപ്ഷനുണ്ട്. സേവ് ലിസ്റ്റ് ആസിൽ പോയ ശേഷം ഒരു പുതിയ ഒരു ABC ഇങ്ങനെ തിരിച്ചിട്ടുണ്ട്. അതിനകത്ത് ജസ്റ്റ് ലൈക്ക് സേവിങ് ഇൻ സി ഡ്രൈവ്, ഇവിടെ ഒരു പേരും കൊടുക്കുക. മൈ ക്ലാസ്, ഓക്കെ, ഒരു പേര് കൊടുത്തേക്കുക. എന്തെങ്കിലും ഒരു പേര് കൊടുത്താൽ മതി. എന്നിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലിസ്റ്റ് ഇവിടെ പെർമനൻ്റായിട്ട് കിടന്നോളും. നമുക്ക് എപ്പം വേണമെങ്കിലും വരാം. ഓപ്പൺ ലിസ്റ്റ് എടുക്കാം. ഓപ്പൺ ലിസ്റ്റ് എടുത്തിട്ട് പറഞ്ഞ് മൈ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ, ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ലിസ്റ്റ് വീണ്ടും അവിടെ വരും. ഇനി ഈ ലിസ്റ്റിൽ നിന്ന് നമുക്ക് ചിലരെ മാറ്റണം. ഒരാൾ ആബ്സെൻ്റ് അല്ലെ സ്കൂൾ വിട്ടുപോയി അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇൻറ്റു അങ്ങോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങ് മാറിക്കോളും, ജസ്റ്റ് അങ്ങ് മാറിപ്പോക്കോളും. ഓക്കെ, അതല്ലെങ്കിൽ ഒരു തവണ റൊട്ടേഷൻ നടത്തി ഇനിയിപ്പോൾ അയാൾക്ക് വീണ്ടും ചാൻസ് കൊടുക്കണ്ട, ഒരു പ്രാവശ്യം റീഡിങ് നടത്തി അയാൾക്ക് ഇനി ചാൻസ് കൊടുക്കണ്ട എന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. ജസ്റ്റ് ഏത് കുട്ടിയാണോ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ആ കുട്ടിയെ അങ്ങ് ജസ്റ്റ് മാറ്റിക്കഴിഞ്ഞാൽ ഈ ലിസ്റ്റിൽ നിന്ന് അപ്രത്യക്ഷമാകും. ഓക്കെ, ഇനി അതല്ല നമുക്ക് മാറ്റണ്ട, പക്ഷേ ജസ്റ്റ് ഒന്ന് ഹൈഡ് ചെയ്താൽ മതി. ഈ ഒരു റൗണ്ടിൽ ഹൈഡ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ടിക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് മറിഞ്ഞു പോയിക്കോളും. ഓക്കെ, പിന്നെ അതിനകത്ത് ഈ ലിസ്റ്റിൽ അപ്പിയർ ചെയ്യത്തില്ല, ഈ ലിസ്റ്റിലുണ്ടാവില്ല. ടൂൾ സെറ്റിങ്സിൽ പോവുക, ക്ലിക്ക് ടു എക്സ്പാൻഡ് പ്രസ് ചെയ്യാം. അപ്പോൾ നമുക്കിങ്ങനെ വരും. സ്പിൻ ബിഹേവിയർ, കൺഫെറ്റി സൗണ്ട്, ടൂൾ കളേഴ്സ്, ബാക്ക്ഗ്രൗണ്ട് കളർ, ഇതെല്ലാം ഇതിൻ്റെ സെറ്റിങ്സാണ്. നമുക്ക് ആദ്യം തന്നെ സ്പിൻ ബിഹേവിയർ കാണാം. സ്പിൻ ബിഹേവിയറിൽ ആദ്യം ഉള്ളത് സ്പീഡാണ്, എത്ര സ്പീഡിൽ കറങ്ങണം എന്നുള്ളതാണ്. ഇതിൻ്റെ 1 to 10 മെഷർ ചെയ്യുകയാണ് സ്പീഡ്. വളരെ സ്പീഡിൽ കറങ്ങണമെങ്കിൽ 10ൽ കൊണ്ടിടാം, വളരെ സ്ലോ ആയിട്ട് കറങ്ങണമെങ്കിൽ 1ൽ കൊണ്ടിടാം. നമുക്കൊരു ജസ്റ്റ് 1 or 2 ലെവലിലിടാം. പിന്നെ രണ്ടാമത്തേത് സ്പിന്നിങ് ഡ്യൂറേഷനാണ്. സ്പിന്നിങ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 1 സെക്കൻഡ് മതിയോ, 1 സെക്കൻഡ് കറങ്ങിയിട്ട് നിൽക്കുമോ, അതല്ലെങ്കിൽ നമുക്ക് എക്സ്ട്രീം 30 സെക്കൻഡ്സ് വരെ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. നമുക്ക് സമയവും അതുപോലെ പോകും. അതുകൊണ്ട് നമുക്കതിൻ്റെ ഡ്യൂറേഷൻ കുറയ്ക്കാം. സ്പീഡ് കൂട്ടിയാലും ഡ്യൂറേഷൻ ഏറ്റവും കുറച്ചിടുക. അങ്ങനെയാണെങ്കിൽ പലതവണ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ സമയം പോകത്തില്ല. എന്നിട്ട് സേവ് ചെയ്യുമ്പോൾ ഇവിടെ സേവ്ഡ് എന്ന് എഴുതി കാണിക്കും. എന്നിട്ട് നമുക്കൊന്ന് റൊട്ടേറ്റ് ചെയ്യാം. സ്പിൻ ഡ്യൂറേഷൻ. ഇനി നമുക്ക് മിസ്റ്ററി സ്പിന്നുണ്ട്. മിസ്റ്ററി സ്പിൻ എനേബിൾ ചെയ്ത് സേവ് ചെയ്തിടുകയാണെങ്കിൽ കാണാം എന്താ പറ്റുന്നതെന്ന്. കണ്ടോ, പേരുകൾക്ക് പകരമായിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് വന്നിരിക്കും. അപ്പോൾ ആരുടെ പേരാണ് കറങ്ങി വരുന്നതെന്ന് ഒരു ലാസ്റ്റ് മിനിറ്റ് വരെ അറിയാൻ പറ്റത്തില്ല. ദാറ്റ്സ് നോട്ട് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം മിസ്റ്ററി സ്പിന്ന് ഓൺ ആക്കിയിടുകയാണെങ്കിൽ നമുക്ക് കുട്ടികളുടെ പേര് കാണാം. അതുകൂടാതെ കൺഫെറ്റി ആൻഡ് സൗണ്ട്. കൺഫെറ്റി എന്ന് ഉദ്ദേശിക്കുന്ന കൊടിതോരണങ്ങളും സെലിബ്രേറ്ററി അറ്റ്മോസ്ഫിയറുമാണ്. കൺഫെറ്റിയുടെ കൂടെ തന്നെ സൗണ്ടുണ്ട്. നമുക്കിപ്പോൾ കേട്ടായിരുന്നല്ലോ ഒരു സൗണ്ടും വേണ്ടെങ്കിൽ അത് സൗണ്ട് ഓഫ് ചെയ്യണം. സൗണ്ട് പലതരത്തിലുള്ള സൗണ്ടുണ്ട്. സ്റ്റാർട്ടിങ് സൗണ്ട്, സ്പിന്നിങ് ടൈമിലുള്ള സൗണ്ട്, എൻഡിങ്ങിലുള്ള സൗണ്ട്, ഇതെല്ലാം നമുക്ക് മാറ്റാനുള്ള ഓപ്ഷൻസ് ഇവിടെയുണ്ട്. ഒരു ഓപ്ഷൻ മാത്രം കാണിക്കാം. എൻഡിങ് സൗണ്ടിൽ ഞാനതിൻ്റെ സൗണ്ട് ബ്ലിങ് ആക്കാണ്. ഓക്കെ, അപ്പോൾ ഒരു ഉണ്ടാകുന്ന ചേഞ്ച് ഒന്ന് നോക്കാമല്ലോ. ഓക്കെ, സ്പിൻ ചെയ്യുമ്പോൾ സൗണ്ട് മാറി. ടൂൾ കളേഴ്സ്, നമുക്ക് ആ സ്പിൻ വീലിൻ്റെ കളർ മാറ്റാനുള്ള ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. പല ന്യൂ ഇയർ, ക്രിസ്മസ്, ഈസ്റ്റർ എന്നുള്ള തരത്തിലുള്ള ഒരു ഡിസൈൻസ് ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേത് വേണമെങ്കിലും എടുക്കാം. ബാക്ക്ഗ്രൗണ്ട് കളേഴ്സ് നമുക്ക് മാറ്റാം. ഈ പർപ്പിൾ സെലക്ട് ചെയ്യുകയാണ്. പർപ്പിൾ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ കളർ മാറി ഓൾറെഡി. സ്പിൻ ബിഹേവിയറിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം, മാനുവലി സ്റ്റോപ്പ് എന്നുള്ളത് എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ വീല് ഇടയ്ക്ക് പിടിച്ച് നിർത്തുന്ന പോലത്തെ ഒരു എഫക്റ്റാണ്. ഓക്കെ, അത് ഓഫാണെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ടൈം കറക്റ്റ് അത് വർക്ക് ചെയ്യും, പിന്നെ അത് നിൽക്കും. മാനുവലി സ്റ്റോപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്ക് പോയി ക്ലിക്ക് ചെയ്യാം, പിന്നെ സ്റ്റോപ്പ് ചെയ്യാം, അത്രയേ ഉള്ളൂ. There is much more in Picker Wheel than what we have learned, like number count, picture wheel, team picker, and other game-like events. If this has helped you in some way, don't forget to support this video and the channel. My dialogues and interpretations. Thanks for watching.